3 ജനുവരിയിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ലൈവ് ട്രേഡ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് സ്ട്രൈറ്റ് മാർക്കറ്റ് അപ്സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ. ഇന്ന് ഓവറോൾ നമ്മൾ ഡൗൺ സൈഡിലേക്ക് എടുത്ത് 2 ട്രേഡ് എസ് എൽ അടിച്ചു. അതിനുശേഷം അപ്സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ കാര്യത്തിൽ 2 എസ് എൽ ആയതുകൊണ്ട് പിന്നെ ട്രേഡ് ചെയ്തിട്ടില്ല ഇന്നത്തെ ദിവസം. ഇനി ബാങ്ക് നിഫ്റ്റിയിലെ ലെവൽസ് ഞാൻ പറഞ്ഞില്ല. ബാങ്ക് നിഫ്റ്റിയിൽ 51,442 താഴേക്കാണ് മാർക്കറ്റ് നാളെ ആദ്യം വരുന്നതെങ്കിൽ അപ്സൈഡിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. അതുപോലെ 51,979 മുകളിലേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ താഴേക്കായിരിക്കും ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുക. അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് എന്ന് പറഞ്ഞത്. നിഫ്റ്റിയിൽ സ്ട്രൈറ്റ് മൂവ് ആണ്, ഭയങ്കര ബുള്ളിഷ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തൊന്നും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് താഴെയായിട്ട് 23,916 എന്നുള്ള ലെവലാണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. അപ്പോൾ 23,916 താഴേക്കാണ് മാർക്കറ്റ് ആദ്യം വരുന്നതെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. ഇനി അതല്ല, മാർക്കറ്റ് 24,252 മുകളിലേക്കാണ് ആദ്യം പോകുന്നതെങ്കിൽ ഞാനൊരു ഡൗൺ സൈഡ് ട്രേഡിനായിരിക്കും ആദ്യം കൺസിഡർ ചെയ്യുക. അതാണ് എൻ്റെ ഇനീഷ്യൽ ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു.